ശിവയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് മിത്ര. ഒരു കൈ അവന്റെ നെഞ്ചിലൂടെ തഴുകുകയും ചെയ്യുന്നുണ്ട്. ശിവ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ ചെയ്യുന്നതും നോക്കി കിടക്കുകയാണ്. അവള് പക്ഷേ മറ്റെന്തോ ചിന്തയിലുമാണ്. എന്താടി ആലോചിച്ച് കൂട്ടുന്നത്? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. അവൻ കുറുമ്പോടെ അവളുടെ തലയിലൊന്ന് കൊട്ടി. അവൾ തല ഒഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് വേദനിച്ചു കേട്ടോ ദത്തേട്ടാ, അവൾ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. നന്നായി പോയി. അല്ല പിന്നെ, ഞാൻ കുറെ നേരമായി നിന്നെ നോക്കി കിടക്കുന്നു. നീയാണെങ്കിലോ ഇവിടെ ഒന്നും അല്ല താനും. അവന്റെ ചുണ്ടു കൂർത്തു. ഈ അവൾ ഇളിച്ചു കൊടുത്തു. അവൻ അവളെ കണ്ണു ചുരുക്കി നോക്കി. അവൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവന്റെ താടിയിലൊന്ന് പിടിച്ചു വലിച്ചു. ഹൂ, എന്താടി പെണ്ണെ, എല്ലാം കൂടി പറിച്ചെടുക്കുവോ? അവൻ കപട ദേഷ്യത്തോടെ ചോദിച്ചു. എന്റെ ദത്തേട്ട എന്തൊരു സുന്ദരനാ, അവൾ ചിരിയോടെ പറഞ്ഞു. ശിവ അവളെ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി. എന്ത് ദത്തേട്ട ഇങ്ങനെ നോക്കുന്നേ? ഞാൻ സത്യ പറഞ്ഞത്. എൻ്റെ ദത്തേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയാ. ഈ മീശയും താടി ഈ മുഖവും മൊത്തത്തിൽ എൻ്റെ ദത്തേട്ട സൂപ്പറാ, അവൾ കുറുമ്പോടെ പറഞ്ഞു. ഇത് മാത്രല്ല, വേറെയും ഭംഗിയുള്ള സ്ഥലമുണ്ട്, നിനക്കറിയില്ലേ അത്? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അയ്യേ, അവൾ നാണത്തോടെ പറഞ്ഞു. അയ്യ, എന്താ അവളുടെ ഒരു കൊയ്യേ? അല്ല പിന്നെ, നീ എന്താ ഇപ്പോഴാണ് എൻ്റെ സൗന്ദര്യം കാണുന്ന ഇങ്ങനെ വർണ്ണിക്കാനും വേണ്ടി? പറയടി ഉണ്ടക്കണ്ണി, എന്തിനാ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കുന്നേ? എന്തോ ഒരു കാര്യം നിനക്കെന്നോട് പറയാനുണ്ടല്ലോ, എന്താണെങ്കിലും പറഞ്ഞോ. അതിനിങ്ങനെ കൊഞ്ചേണ്ട കാര്യമൊന്നുമില്ല. അവൻ കണ്ണുരുട്ടി. ഈ അവൾ ഇളിച്ചു കൊടുത്തു. പറയേ, എന്താ പറയാനുള്ളത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ലല്ലോ, അവൾ ചിരിയോടെ പറഞ്ഞു. ഇല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടമർത്തി. ശിവ ഒന്ന് പുഞ്ചിരിച്ചു. എന്താടി പെണ്ണേ, നിനക്ക് എന്താ പറ്റിയേ? അവൻ ചിരിയോടെ ചോദിച്ചു. എനിക്ക് ദത്തേട്ടനെ ഒത്തിരി ഇഷ്ടാ, അവൾ പ്രണയത്തോടെ പറഞ്ഞു. അവൻ ചിരിച്ചു. അത്രേ ഉള്ളൂ? അതെനിക്കറിയാവുന്നതല്ലേ, അവൻ ചുണ്ടുകോട്ടി. ദത്തേട്ടാ, ഞാൻ മുഴുവൻ പറയട്ടെ, അവൾ ചിണുങ്ങി. ആ പറയേ, അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. അവൾ മൂളി. അല്ല ദത്തേട്ടാ, ഞാൻ പറയുമായിരുന്നേ, ഇപ്പൊ അച്ഛനും ദത്തേട്ടനും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയില്ലേ? അവൾ ചോദിച്ചു. മാറി, അതിനെന്താ? അവനിൽ സംശയം. അല്ല, അതിനൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നാളെ നമ്മൾ പോകുമ്പോൾ കൂടെ അച്ചയോടും വരാൻ പറഞ്ഞതല്ലേ. അച്ചയ്ക്ക് പക്ഷേ മരുമകൻ വാങ്ങിത്തന്ന ഈ വീട്ടിൽ തന്നെ നിൽക്കണം, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഒരുപാട് പറഞ്ഞതല്ലേ ശ്രീ, അച്ഛൻ കേൾക്കുന്നില്ലല്ലോ. അവിടെ ആവുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവില്ലേ? അവൻ ചോദിച്ചു. അച്ഛ വരില്ല ദത്തേട്ടാ, ഇപ്പോൾ തന്നെ അച്ഛയ്ക്ക് ജോലിക്കൊന്നും പോവാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഒതുങ്ങിയിരിക്കാൻ കൂടിയില്ല, അവൾ പറഞ്ഞു. എന്നാലും അവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം കാണില്ലേ ശ്രീ, അവൻ പറഞ്ഞു. പക്ഷേ അച്ഛയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ദത്തേട്ടാ, നമുക്കിതുപോലെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. ഇനിയും നിർബന്ധിച്ച അച്ഛയ്ക്ക് സങ്കടാവും, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളുടെ തലയിൽ തലോടി. അല്ല, നമ്മൾ മാറ്ററിൽ നിന്ന് പോയല്ലോ, നീ അതല്ലല്ലോ പറയാൻ വന്നത്? അവളുടെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കി അവൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാ, പക്ഷേ ദത്തേട്ടൻ എന്നെ വഴക്ക് പറയരുത്, അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോ വഴക്ക് പറയേണ്ട എന്തോ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട, എനിക്കിപ്പോൾ നിന്നോട് വഴക്കിടാനുള്ള മൂഡില്ല, അവൻ കപട ദേഷ്യത്തോടെ അവളെ തുറിച്ചു നോക്കി. എൻ്റെ ദത്തേട്ടനല്ലേ, ഒന്നും പറയല്ലേ, അവൾ കൊഞ്ചി. നോക്കട്ടെ, നീ കാര്യം പറയാദ്യം, അവൻ പറഞ്ഞു. അത് അത് ദത്തേട്ടാ, അല്ല, ഞാൻ പറയുമായിരുന്നേ, അച്ഛൻ എന്തായാലും വീട്ടിലേക്ക് വരില്ല, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് അച്ഛയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. അവനിൽ സംശയമാണ്. മനസ്സിലായില്ല, നീ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും? വരുന്നുണ്ടെങ്കിൽ തന്നെ ഈവനിങ് ടൈമിലല്ലേ പറ്റൂ. നീ കോളേജിലൊക്കെ പോയി തുടങ്ങല്ലേ, അപ്പോൾ പിന്നെ നീ ബിസി ആയിരിക്കും, പിന്നെങ്ങനാ? അവൻ പുരികമുയർത്തി. അവൾ ചിരിച്ചു. പക്ഷേ ശിവയ്ക്ക് ആ ചിരിയിലെന്തോ ഒരു വശപ്പിശക് തോന്നി. എന്താ ശ്രീ, നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ, അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം. അത് ദത്തേട്ടാ, ഞാൻ കോളേജിൽ പോകണില്ല, ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചോളാം, അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും ദത്തേട്ടൻ്റെ കൂടെ ഇരിക്കാമല്ലോ, ഇടയ്ക്ക് അച്ഛയും കാണാൻ വരാം, അവൾ പറഞ്ഞു നിർത്തി ശിവയെ നോക്കി. ശിവ അവളെ നോക്കാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. അപ്പോൾ ദത്തേട്ടാ, ഒന്നും പറഞ്ഞില്ല, അവൾ ചോദിച്ചു. ഒന്നും പറയാനില്ല, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, അത്രേ ഉള്ളൂ, അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കണ്ട് അവളുടെ മുഖം വാടിപ്പോയി. അവൻ അവളെ ശരീരത്തിൽ നിന്നും അകറ്റി മാറ്റി. ദത്തേട്ടാ, അവൾ സങ്കടത്തോടെ വിളിച്ചു. കിടന്നുറങ്ങാൻ നോക്ക് ശ്രീ, എനിക്ക് ഉറക്കം വരുന്നു, ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും തിരിഞ്ഞു കിടന്നു. മിത്രയ്ക്ക് ശരിക്കും സങ്കടം വന്നുപോയി. ദത്തേട്ടാ, അവൾ അവനെ തട്ടി വിളിച്ചു. കിടന്നുറങ്ങാൻ നോക്കടി,
അവൻ അവളെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി. നോക്കിക്കോ, ഞാൻ നാളെ വരുന്നില്ല അങ്ങോട്ട്. ഞാൻ 2 ദിവസം എൻ്റെ അച്ഛയുടെ കൂടെ നിന്നിട്ടേ വരൂ. ഞാനില്ലാതെ അതൊരു ഒറ്റയ്ക്ക് കഴിഞ്ഞ അവിടെ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ശിവ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചുണ്ടുകോട്ടി തിരിഞ്ഞു കിടന്നു. അല്പനേരം റൂമിൽ നിശബ്ദത മാത്രം നിറഞ്ഞു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൻ പുറകിൽ നിന്നു അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ ശരീരം അവനോട് ചേർത്ത് വെച്ചു. എന്നെ വിട്, എനിക്ക് ഉറങ്ങണം, അവൾ കുതറി. അടങ്ങിക്കിടക്കടി, അവൻ പറഞ്ഞു. അവൾ അവനെ തലചെരിച്ചു നോക്കിക്കൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ കിടന്നു. അവൻ ചിരിച്ചു. വീട്ടിലിരുന്ന് നീ പഠിക്കില്ല ശ്രീ, കോളേജ് പോകുന്നതാ പെണ്ണെ നല്ലത്, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ പഠിച്ചോളാം ദത്തേട്ടാ, എനിക്ക് അത്ര നേരം പോലും ദത്തേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ എൻ്റെ ദത്തേട്ടനെ. അവളുടെ സ്വരം നേർത്തുപോയി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പതിയെ അവളെ അവന് നേരെ തിരിച്ചു കിടത്തി. എന്നെ കാണാതിരിക്കാൻ വയ്യാത്തോണ്ടാണോ നീ കോളേജിൽ പോണില്ല എന്ന് പറഞ്ഞത്? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മിത്ര മൂളി. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് വെച്ചു. അന്ന് നിന്റെ അച്ഛയ്ക്ക് വയ്യാതായി നീ കോളേജിൽ പോക്ക് നിർത്തിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം സങ്കടമായിന്നോ. അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ എൻ്റെ ശ്രീയെ ഞാൻ പഠിപ്പിക്കുന്നു, അവൻ നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ പഠിച്ചോളാം, പക്ഷേ ദത്തേട്ടനില്ലാതെ എനിക്ക് അവളുടെ സ്വരമിടറി. എൻ്റെ മോള് പോണം. ഇനി പഴയ പോലെ അല്ലടി, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഞാൻ ബിസി ആയേക്കാം, അവൻ പറഞ്ഞു. എന്ത് ബിസി? അവൾ സംശയത്തോടെ ചോദിച്ചു. മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ശ്രീ. ഇപ്പോൾ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കണം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ ഒന്ന് മൂളിയതേയുള്ളൂ. അവൻ അവളുടെ മുഖം ഒന്ന് പിടിച്ചുയർത്തി. പഠിക്കണം മോളെ, ഒരുപാട് പഠിക്കണം. നിനക്കിഷ്ടമുള്ള അത്രയും പഠിക്കണം. അതിനൊന്നും ആരും ഒരു തടസ്സം ആവരുത്. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. അവൾ നെറ്റി ചുളിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. നീ എന്താടി നേരത്തെ പറഞ്ഞത്? 2 ദിവസം ഇവിടെ നിന്നിട്ടേ നീ നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂന്നോ? അവൻ കണ്ണുരുട്ടി. ഞാൻ വെറുതെ, അവൾ ഇളിച്ചു കൊടുത്തു. അതല്ലെങ്കിലും വെറുതെ ആണല്ലോ, കാരണം ഞാൻ നിന്നെ ഇവിടെ നിർത്തില്ലല്ലോ, അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്താ? ഞാൻ നിൽക്കും. ദത്തേട്ടൻ 2 ദിവസം അവിടെ എൻ്റെ ശല്യമില്ലാതെ അടിച്ചു പൊളിച്ചോ? അവളിൽ കുറുമ്പ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അങ്ങനെ ഇപ്പം അടിച്ചു പൊളിക്കണ്ട. എന്നെ ഇനി തനിച്ചാക്കാന്നും കരുതണ്ട. ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്ര സുഖമൊന്നുമില്ല. അതുകൊണ്ട് നീ ശല്യമാണെങ്കിൽ നീ എന്ന ഈ ശല്യത്തെ ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം. മര്യാദയ്ക്ക് നാളെ എൻ്റെ കൂടെ പോന്നോണം, അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഒറ്റപ്പെട്ട ജീവിതം അവൻ മുഖം വീർപ്പിച്ച് പരിഭവത്തിൽ പറഞ്ഞപ്പോൾ അവൾക്ക് അവനോട് അതിയായ സ്നേഹം തോന്നിപ്പോയി. ഞാനില്ലേ, പിന്നെന്താ, അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നീ വേണം എന്നും. അവൻ്റെ ശബ്ദം ആർദ്രമായിരുന്നു. അവൾ പുഞ്ചിരിയോടെ തലകുലുക്കി. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല ശ്രീ. നിനക്ക് നിൻ്റെ അച്ഛയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം നിന്നെ. നാളെ പക്ഷേ നമുക്ക് പോവാടാ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അതെന്താ ദത്തേട്ടാ കാണാതിരിക്കാൻ പറ്റാത്തെ? എന്നോടൊപ്പം പ്രണയാണോ? അവൾ കള്ളച്ചിരിയോടെ ചോദിച്ചു. അവൻ അവളെ തുറിച്ചു നോക്കി. കിടന്നുറങ്ങടി കുരുട്ടെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പറയൂല അല്ലേ? വേണ്ട, ഉള്ളിൽ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചോ, അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു. അവൻ കുസൃതിച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. ദത്തേട്ടാ. അല്പനേരം കഴിഞ്ഞതും അവൾ വിളിച്ചു. എന്തേ? അവൻ ചോദിച്ചു. ദത്തേട്ടൻ ഹാപ്പിയാണോ? അവൾ ചോദിച്ചു. ഒരുപാട് ഹാപ്പിയാണ്, അവൻ തിളങ്ങുന്ന കണ്ണോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ പോലും സന്തോഷം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനെന്നൊക്കെ വിളിക്കാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. ഇന്ന് ആ സങ്കടവും മാറി. നീ എനിക്കൊരു അച്ഛനെ തന്നില്ലേ? പുഞ്ചിരിയോടെയാണ് അവനത് പറഞ്ഞത്. പക്ഷേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഐ ലവ് യു ദത്തേട്ടാ, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കിക്കൊണ്ട് ആ വിരിനെറ്റിയിൽ ചുണ്ട് പതിപ്പിച്ചു. ഉറങ്ങിക്കോട്ടോ, അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്ന് പതിയെ കണ്ണുകൾ അടച്ചു. ശിവ അവൾ ഉറങ്ങുന്നത് വരെ അവളുടെ തലയിൽ തലോടി കൊടുത്തു കിടന്നു. അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ പതിയെ അവളെ നെഞ്ചിൽ നിന്നും മാറ്റിക്കിടത്തി കൈയെത്തിച്ച് ടേബിളിൽ നിന്നും അവൻ്റെ ഫോൺ എടുത്തു. വാട്സപ്പ് ഓപ്പണാക്കി അവൻ അതിലെ ഒരു നെയിം എടുത്തുകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്തു. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ നടത്തേണ്ട സമയമായി തുടങ്ങിയിരിക്കുന്നു. ഈ കഥയ്ക്ക് ഒരു 2ാം ഭാഗമുണ്ട്. അതുകൊണ്ട്
പകുതിക്ക് വെച്ച് നിർത്തിയതെല്ലാം വീണ്ടും ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. അത്രയും മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ച ശേഷം അവൻ അതിലേക്ക് തന്നെ നോക്കി. അതേ നിമിഷം തന്നെ അപ്പുറത്തു നിന്നും ബ്ലൂ ടിക്ക് വീഴുന്നതും അവിടെ നിന്നും തംസപ്പ് അയച്ചതും അവൻ കണ്ടു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ ഫോൺ മാറ്റിവെച്ചു. ഇറ്റ്സ് ടൈം ഫോർ ദ വാർ ടു ബിഗിൻ അഗൈൻ. ദിസ് ഈസ് എ വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. ഇവിടെ വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. അങ്ങനെ ആകാവൂ. മനസ്സിൽ ഉറപ്പോടെ പറയുമ്പോഴേക്കും അവൻ്റെ ചുണ്ടിൽ ക്രൂരതയോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ മിത്രയെ ഒന്ന് നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കണ്ട് അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. അവൻ അവളുടെ മുഖത്തൊന്ന് തഴുകി. ഉറക്കത്തിൽ അവളൊന്ന് മൂളി. ഞാനെൻ്റെ പ്രണയം തുറന്നു പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കല്ലേ പെണ്ണെ നീ. പക്ഷേ അതിനിനിയും നീ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം ശ്രീ. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് നിന്റെ ദത്തേട്ടന്. എല്ലാം തീർത്ത് ഞാൻ വരും. അന്ന് എൻ്റെ പ്രണയം ഞാനിനി നിന്നോട് പറയൂ. പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഓർമ്മകളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും അവൻ്റെ കണ്ണിൽ അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നിൽ നിന്നും എന്നേക്കുമായി അകറ്റിയവരോടുള്ള അടങ്ങാത്ത പകയായിരുന്നു. കണ്ണുകൾ ഒരു വേള നിറഞ്ഞതും അവൻ പെട്ടെന്ന് അത് ഷോൾഡറിൽ അമർത്തി തുടച്ചു. ശത്രുപക്ഷത്തൊരുപക്ഷെ എന്നേക്കാൾ കരുത്തുള്ളവർ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കൽ ശിവ നിൻ്റെയൊക്കെ മുന്നിൽ തോറ്റുപോയതുപോലെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വീണ്ടും ഒരു രണ്ടാം അംഗത്തിനായി കച്ച കെട്ടുമ്പോൾ വിജയം മാത്രമാണ് ശിവദത്തൻ്റെ ലക്ഷ്യം. അവൻ ഒന്ന് മീശ പിരിച്ചു വെച്ചു. പതിയെ തൻ്റെ പ്രാണനായവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളെ വാരി പുണർന്നുകൊണ്ട് അവൻ ഉറക്കത്തെ പുൽകി. തുടരും.